كذا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل فيها لأحد شيئا. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലീമായ ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ റസൂൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. മൂസ അലൈഹിസ്സലാം അബദ്ധത്തിൽ ഖിബ്തിയായ ഒരാളെ മസ്റിൽ വച്ച് കൊലപ്പെടുത്തി. അഥവാ കൊല്ലാൻ വേണ്ടി മൂസ അലൈഹിസ്സലാം അടിച്ചതായിരുന്നില്ല, മറിച്ച് ഒരു ഇസ്രായേലി ഒരു ഖിബ്തിയുമായി പോരടിക്കുകയും മൂസ അലൈഹിസ്സലാമിനോട് സഹായം തേടുകയും ചെയ്തു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫവക്കസഹു മൂസ ഫഖദ അലൈഹി. മൂസ നബി അലൈഹിസ്സലാം മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അപ്പോൾ ആൾ മരിച്ചുപോയി. മൂസ നബി അലൈഹിസ്സലാം അബദ്ധത്തിൽ സംഭവിച്ചതാണ്. എന്നിട്ടും അള്ളാഹുവിനോട് അതിൽ നിന്ന് പൊറുക്കലിനെ തേടി. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. അള്ളാഹുവെ, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു. ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്ക് പുറത്തു നൽകണമേ. അള്ളാഹു പറഞ്ഞു, ഫഗഫറ ലഹ്. അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് പുറത്തു കൊടുത്തു. ഖാല റബ്ബി മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ബിമാ അൻഅംത അലൈ ഫലൻ അകൂന ദഹീറൻ ലിൽ മുജ്രിമീൻ. റബ്ബേ, നീ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞത് കാരണത്താൽ ഞാനൊരിക്കലും കുറ്റവാളികൾക്കൊരു സഹായിയായി മാറുകയില്ല. മൂസ നബി അലൈഹിസ്സലാം പിറ്റേന്ന് ഭയപ്പാടോടെ ഇന്നലെ സംഭവിച്ചു പോയ കാര്യം ആരെങ്കിലും അറിയുമോ എന്ന ഭയപ്പാടോടെ പട്ടണത്തിലേക്ക് കയറിയപ്പോൾ ഇന്നലെ ഒരു ഖിബ്തിയുമായി അടിപിടി കൂടിയിരുന്ന അതേ ഇസ്രായേലി ഇന്ന് മറ്റൊരാളുമായി തല്ലുകൂടുകയാണ്. വീണ്ടും മൂസ അലൈഹിസ്സലാമിനോട് സഹായത്തിന് അയാൾ വിളിച്ചു. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക ലഗവിയ്യുൻ മുബീൻ. നീ ഒരു വഴികേടിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ആൾ തന്നെയാണ്. എങ്കിലും മൂസ അലൈഹിസ്സലാം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ആൾ ഉച്ചത്തിൽ പറഞ്ഞു. ആൾ വിചാരിച്ചു, ഇസ്രായേൽ വിചാരിച്ചു തന്നെ പിടികൂടാനാണ് മൂസ നബി വരുന്നത് എന്ന്. അയാൾ പറഞ്ഞു, യാ മൂസ തുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽഅംസ് ഇൻ തുരീദു ഇല്ല അൻ തകൂന ജബ്ബാറൻ ഫിൽ അർദ് വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ. ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ ഒരുങ്ങുകയാണോ? നീ നാട്ടിൽ ഒരു കുഴപ്പക്കാരനാകാൻ, ആളുകളൊക്കെ അടിച്ചമർത്തി ജീവിക്കുന്ന ആളാകാനാണോ ഉദ്ദേശിക്കുന്നത്? അതാണ് നിൻ്റെ ഉദ്ദേശം? ഒരു നല്ല ആളായി ജീവിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലേ എന്ന രൂപത്തിൽ ഇയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അതോടെ ഇന്നലത്തെ കൊലപാതകത്തിൻ്റെ അതിനു പിന്നിൽ ആരാണ് എന്ന് ആളുകൾ അറിഞ്ഞു. മൂസ അലൈഹിസ്സലാം
ഭയപ്പെട്ടുകൊണ്ടാണ് പിന്നീട് കഴിഞ്ഞത്. കാരണം ഇസ്രായേലിയായ ഒരാൾക്ക് വേണ്ടി ഒരു ഖിബ്തിയെ കൊലപ്പെടുത്തിയാൽ താൻ ബനു ഇസ്രായേലിൽ ഒരാളാണ് എന്ന ഫിറഔനിൻ്റെയും കൂട്ടരുടെയും ഊഹം ശക്തമാകാൻ അത് കാരണമാകും. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ഭയപ്പെട്ടുകൊണ്ടാണ് നിന്നത്. ഇതുപോലെ തന്നെ സംഭവിച്ചു. വിവരം ഫിറഔനും കൂട്ടരും ലഭിച്ചു. ഫിറഔൻ മൂസ അലൈഹിസ്സലാമിനെ കൊണ്ടുവരാൻ ഉത്തരവിട്ടു. പക്ഷേ ഫിറഔനിൻ്റെ സൈന്യം എത്തുന്നതിന് മുൻപ് ഒരാൾ മൂസ അലൈഹിസ്സലാമിന് വന്ന് ഈ മുന്നറിയിപ്പ് നൽകി, ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അവിടെയാണ് മൂസ നബി അലൈഹിസ്സലാം മിസ്റിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്. മിസ്റിൽ നിന്ന് പേടിച്ച് എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് പോയി. നാട് വിട്ടുപോയി. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയില്ല, എവിടെ എത്തിച്ചേരുമെന്നറിയില്ല. ഒടുവിൽ മദിയൻ എന്ന പ്രദേശത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാം എത്തുകയാണ്. അള്ളാഹു പറഞ്ഞു, അങ്ങനെ മദിയനിൻ്റെ ആ വഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ വലമ്മ തവജ്ജഹ തിൽഖാ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ അസ്സബീൽ. മൂസാ നബി പറഞ്ഞു, എൻ്റെ റബ്ബ് എന്നെ നേരായ വഴിയിലേക്ക് നയിച്ചേക്കാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം മദിയനിൽ എത്തിച്ചേർന്നു. മദിയൻ ശുഐബ് അലൈഹിസ്സലാമിൻ്റെ ജനതയായിരുന്ന അസ്ഹാബുൽ ഐക്ക അവർ ജീവിച്ച നാടാണ്. അസ്ഹാബുൽ ഐക്കത്ത് താമസിച്ചിരുന്ന നാടാണ് മദിയൻ. ആ നാട്ടിലേക്കാണ് മുമ്പ് ശുഐബ് അലൈഹിസ്സലാമിൻ്റെ ജനത അവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. അള്ളാഹു അവരെയായിരുന്നു മുമ്പ് നശിപ്പിച്ചത്. അങ്ങനെ ആ നാട്ടിലേക്കാണ് മൂസ അലൈഹിസ്സലാം എത്തിപ്പെടുന്നത്. അവിടെ എത്തിയപ്പോൾ ആ നാട്ടിൽ മൂസാ നബി കാണുന്നത് കുറേ ആളുകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസി യസ്ഖൂൻ വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ. കുറേ ആളുകൾ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നു. രണ്ട് സ്ത്രീകൾ, രണ്ട് പെൺകുട്ടികൾ, അവർ തങ്ങളുടെ ആടുകൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ അവയെ പിടിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങോട്ട് പോകാതെ അതിനെങ്ങനെ തടഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, മാ ഖത്ബുകുമ, എന്താണ് നിങ്ങളുടെ കാര്യം, നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഖാലത, രണ്ട് പെൺകുട്ടികൾ പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ الرعاء وأبونا شيخ كبير. لا نسقي لا نسقي حتى يصدر الرعاء. ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല, ഈ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഹത്താ യുസ്ദിറ الرعاء, ഈ ബാക്കിയുള്ള ആട്ടിടയന്മാർ അവർ പോയാലല്ലാതെ ഞങ്ങൾക്കിത് സാധിക്കുകയില്ല. വബൂന ഷെയ്ഖുൻ കബീർ, വബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ ഉപ്പയാകട്ടെ ഷെയ്ഖുൻ കബീർ, വളരെ പ്രായമേറിയ ഒരാളാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ രണ്ടുപേർ രണ്ട് കാരണങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. ഒന്ന്, ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുകളെ പിടിച്ചു നിൽക്കുന്നത്, അതിനങ്ങോട്ടാക്കാതെ നിൽക്കുന്നത്, അങ്ങോട്ടേക്ക് ഇവർ വെള്ളം കൊടുത്തു കഴിഞ്ഞാലല്ലാതെ ഞങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണത്? റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മുൻകാല ശരീഅത്തുകളിൽ തന്നെ ഉള്ള കാര്യമാണ്. പുരുഷന്മാരും സ്ത്രീകളും നിയന്ത്രണങ്ങളില്ലാതെ ഇടകലരുക എന്നത് വലിയ ഫസാദുകൾക്ക് കാരണമാകും, വലിയ കുഴപ്പങ്ങളുണ്ടാകും. അത് പാടില്ലാത്ത കാര്യമാണ്. പുരുഷന്മാരും സ്ത്രീകളും ഇഖ്തിലാത്തിൽ കഴിയുക, കൂടിക്കലരുക, എപ്പോഴും ഒരുമിച്ച് കൂടിക്കലർന്ന് ജീവിക്കുക എന്നത് പ്രശ്നമാണ്. അതേസമയം മൂസ അലൈഹിസ്സലാം അവരോട് ചോദ്യം ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, അത് ആരിതായ ഒരു കാര്യമാണ്, അത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല, സന്ദർഭവശാൽ എപ്പോഴെങ്കിലും എന്ന രൂപത്തിൽ നടന്നതാണ്.
രണ്ടിനും ഒരേ വിധിവിലക്കല്ല ഉള്ളത്. ഇപ്പോൾ നോക്കൂ, മുന്തിരിയിൽ നിന്ന് അതിൻ്റെ ചാറുണ്ടാക്കി കഴിക്കാം, പക്ഷേ അത് ദിവസങ്ങൾ വെച്ചാൽ മദ്യമായി മാറും. ആ സമയത്ത് കുടിക്കുമ്പോൾ അത് അസീർ മാത്രമാണ്. അതേസമയം അത് നിരന്തരം അങ്ങനെ തന്നെ വെച്ചാലോ മദ്യമായി തീരും. എപ്പോഴെങ്കിലും ഒരാൾ ഒരു സ്ത്രീയോട് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചോ മറ്റോ ഒന്നുമല്ലാതെ സംസാരിക്കേണ്ടി വരുന്നവരും നിരന്തരം ഒരുപാട് സമയം ഒരുമിച്ച് അടുത്തടുത്ത് ഇരിക്കുന്നതും ഇടപഴകുന്നതും രണ്ടും ഒരുപോലെയാണോ? ഒരിക്കലും ഒരുപോലെയല്ല. ഈ സ്ത്രീകൾ അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്, തങ്ങളുടെ ആളുകളെ അങ്ങോട്ട് നീങ്ങാതെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടാമത് അവർ പറഞ്ഞത് നോക്കൂ, അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് വളരെ വൃദ്ധനായ ഒരാളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങേണ്ടി വന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ജോലിക്ക് ഞങ്ങൾ വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഉപ്പ പ്രായമേറിയ ഒരാളാണ്, അദ്ദേഹത്തിന് ഇതിന് സാധിക്കുകയില്ല. എന്നാൽ ആ വരവ് വന്നപ്പോഴും അവർ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. അവരുടെ ആടുകൾക്ക് പുരുഷന്മാരുടെ ഇടയിൽ പോയി കയറി വെള്ളം കൊടുക്കാതെ അവർ മാറി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇവരെന്താണ് ചെയ്തിരുന്നത്? തഫ്സീറുകളിൽ നമുക്ക് കാണാം, യാട്ടിടന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന, കോരിയെടുത്തു കൊടുക്കുന്ന ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു. ആ കിണർ അവർ വെള്ളമെടുത്തു കഴിഞ്ഞാൽ അതിനു മുകളിൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ച് അവർ പോകും. എന്നിട്ട് പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെയും എവിടെയും കിടക്കുന്ന വെള്ളമായിരുന്നു ഈ സ്ത്രീകൾ അവരുടെ ആടുകൾക്ക് കൊടുത്തിരുന്നത് എന്നാണ്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം ഇവരോട് കാര്യം ചോദിക്കുകയും എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അന്ന് തഫ്സീറുകളിൽ കാണാം, മൂസാ അലൈഹിസ്സലാം ഒരുപാട് പേർക്ക് മാത്രം, ഒന്നിലധികം ആളുകൾക്ക് മാത്രം ഒരുമിച്ച് ശ്രമിച്ചാൽ നീക്കാൻ കഴിയുന്ന ആ കല്ല് ഒറ്റക്ക് തള്ളി മാറ്റുകയും എന്നിട്ട് ഇവരുടെ ആടുകൾക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തു കൊടുക്കുകയും ചെയ്തു. ഫസഖാലഹുമ, രണ്ടുപേർക്കും വേണ്ടി മൂസാ അലൈഹിസ്സലാം അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. ആ രണ്ട് സ്ത്രീകൾ തിരിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാം എന്തു ചെയ്തു? സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം, ഫസഖാലഹുമ ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. يا سبحان الله. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വെള്ളം കൊടുത്തു, ആ ആടുകൾക്ക് വെള്ളം കൊടുത്തു. എന്നിട്ടൊരു മരത്തിൻ്റെ തണലിൽ ചാരിയിരുന്നു. എന്നിട്ട് ദുആ ചെയ്തു, റബ്ബി, എൻ്റെ റബ്ബെ, ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബെ, നീ എനിക്ക് ഏത് ഖൈർ ഇപ്പോൾ ഇറക്കി തന്നാലും അതിന് ഞാൻ ആവശ്യക്കാരനാണ്. മുൻഗാമികൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, മൂസാ അലൈഹിസ്സലാം തൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, മരത്തിൻ്റെ ഇലകളും മറ്റുമാണ് കഴിച്ചത്. വരുന്ന വഴിയിൽ പാദരക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ചെരുപ്പില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, വയറൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ മരത്തിൽ ചാരിയിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ ഖൈറിൻ ഫഖീർ. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരാരാണ്? മൂസാ നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ നോക്കൂ, ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയാൽ കൊല്ലപ്പെടും. ഭക്ഷണമില്ല, കയറി കിടക്കാൻ ഒരു കൂരയില്ല, ഒന്നുമില്ല. ഒരു മരത്തണലിൽ ചാരിയിരുന്ന് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, എന്തൊരു പ്രയാസത്തിൻ്റെ, ഒരു ബുദ്ധിമുട്ടിലകപ്പെട്ട ആളുടെ ദുആ ആണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ളവരുടെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ് വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ്. മുദ്ദർ, പ്രയാസത്തിലകപ്പെട്ടവൻ, ഗതിമുട്ടിയവൻ പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുന്നവൻ ആരാണ്? ആ റബ്ബാണോ ഖൈർ? ആ റബ്ബാണോ ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത്? അതല്ല അവരുടെ ഇലാഹുകളോ? അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ് വയക്ഷിഫു സ്സൂഅ.
എന്നിട്ട് ആ പ്രയാസം നീക്കുന്ന വയജഅലുകും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ അനന്തരാവകാശികളായി നിലനിർത്തുന്ന റബ്ബ്. ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ എന്ന് ചോദിച്ചതുപോലെ മുൻതറിൻ്റെ പ്രയാസപ്പെടുന്നവൻ്റെ ദുആഇന് ഉത്തരം നൽകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എത്ര കടുത്ത പ്രയാസമാണെങ്കിലും, ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല എങ്കിലും, എല്ലാ വാതിലും അടഞ്ഞു എന്ന് നീ വിചാരിച്ചാലും അള്ളാഹുവിനോട് തേടിക്കോളൂ, അള്ളാഹു ഉത്തരം നൽകും. മൂസ അലൈഹിസ്സലാമിന് ഈ ദുആയിലൂടെ ലഭിച്ചത് എന്താണ്? ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ ഈ ആയത്തിൻ്റെ തൊട്ടുടനെ റബ്ബ് പറഞ്ഞത് കാണാം, ഫജാഅതു ഇഹ്ദാഹുമ, ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ വന്നു. ഫ ആണ് അവിടെ ഉപയോഗിച്ചത്. ഫ പൊതുവെ തൊട്ടുടനെ നടന്ന കാര്യം സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ തന്നെ അതാ വഴി അള്ളാഹു തുറന്നു കൊടുക്കുകയാണ്. ശേഷമുള്ള ചരിത്രം നമുക്ക് പറയാം. അതിനു മുമ്പ് നോക്കൂ, ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കൂ. ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ വന്നു, വിളിച്ചു കൊണ്ടുപോയി. അവിടെ രണ്ട് സ്ത്രീകളിൽ ഒരാൾ മൂസ അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. അവിടെ ആടുകളെ മേയിച്ച് കഴിഞ്ഞു വർഷങ്ങൾ. അവിടെ കുടുംബത്തെ ലഭിച്ചു, ഭക്ഷണം ലഭിച്ചു, ജോലി ലഭിച്ചു, കയറിക്കിടക്കാൻ ഇടം ലഭിച്ചു. ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദുആക്ക് ഉത്തരം നൽകി മൂസ അലൈഹിസ്സലാമിന് നൽകുകയുണ്ടായി. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ചില ആവശ്യങ്ങൾ, ഉദാഹരണത്തിന് ഇവിടെ മൂസ അലൈഹിസ്സലാം തൻ്റെ ലൈംഗികാവയവം സംരക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ വഴി നൽകുകയാണ്, വിവാഹം എളുപ്പമാക്കി കൊടുക്കുകയാണ്. വിവാഹം പോലെയുള്ള കാര്യങ്ങൾ എളുപ്പമാകാൻ ചെയ്യേണ്ടുന്ന ദുആകളിലൊന്നായി പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദുആഇനെ പറഞ്ഞത് കാണാം. പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും ഒരു ചെറിയ സഹായം, സാമ്പത്തികമായി നിനക്ക് സാധിക്കുന്നതോ അല്ലെങ്കിൽ നിൻ്റെ ശരീരം കൊണ്ട് സാധിക്കുന്നതോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാളെ അയാളുടെ ഭാരിച്ച വസ്തു അയാളുടെ വാഹനപ്പുറത്ത് നീ എടുത്തു കയറ്റാൻ സഹായിക്കുന്നത് പോലും സദഖയാണ്. നിൻ്റെ ബക്കറ്റിൽ നിന്ന് മറ്റൊരാൾക്ക് വെള്ളം ഒന്ന് കോരിക്കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത് സദഖയാണെന്ന്, അതിനെ നീ നിസ്സാരമായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഖൈർ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. സൂറത്തുൽ ഖസസിലെ ഈ ആയത്തിൽ നമുക്ക് ഈ ദുആ കാണാം. റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ, നീ എനിക്ക് ഇറക്കിത്തരുന്ന മിൻ ഖൈറിൻ, ഏത് ഖൈറിനാകട്ടെ, ഫഖീർ, ഞാൻ അതിനാവശ്യക്കാരനാണ്. നോക്കൂ, തൻ്റെ ഫഖറും അള്ളാഹുവിൻ്റെ ഗിനയും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ദുആ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് അൽ ഗനി, അവനാണ് എല്ലാ ഐശ്വര്യവുമുള്ളവൻ, എല്ലാ സമ്പത്തും അവൻ്റെതാണ്. അൽ ഹമീദ്, എല്ലാ സ്തുതികൾക്കും അർഹൻ റബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞതായി, യാ ഇബാദി കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതു ഫസ്തഹ്ദൂനി അഹ്ദിക്കും. എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും ദലാലത്തിലാണ്, വഴികേടിലാണ്. ഇല്ലാ മൻ ഹദൈതു, ഞാൻ ഹിദായത്ത് നൽകിയവൻ ഒഴികെ. ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം, വഴി കാണിച്ചു തരാം. യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതു, എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ്. ഇല്ലാ മൻ അത്അംതു, ഞാൻ ഭക്ഷണം നൽകിയവൻ ഒഴികെ. ഫസ്തത്ഇമൂനി ഉത്ഇംകും, എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതു ഫസ്തക്സൂനി അക്സുക്കും, എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വസ്ത്രമില്ലാത്തവരാണ്. ഇല്ലാ മൻ കസൗതു, ഞാൻ വസ്ത്രം നൽകിയവൻ ഒഴികെ. ഫസ്തക്സൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കും. അക്സുക്കും, ഞാൻ നിങ്ങൾക്ക് വസ്ത്രമേകാം. അള്ളാഹു പറയുകയാണ്, യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ തെറ്റുകൾ ചെയ്യുന്നു, ഞാൻ എല്ലാ തെറ്റുകളും പുറത്തു തരുന്നു. എന്നോട് പാപമോചനം തേടൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു യാ ഇബാദി യാ ഇബാദി എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞതായി. സുബ്ഹാനല്ലാഹ്,
ഏറെ മഹത്തരമായ ഹദീസാണത്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിൻ്റെ പരമ്പരയിൽ മുഴുവൻ ഷാമുകാരായ ആളുകളാണ്. ആ പരമ്പരയിലെ ആ ഹദീസിൻ്റെ റിജാലിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഷാമുകാർക്ക് അഭിമാനിക്കാൻ ഈ ഒരു ഹദീസ് മതിയത്. സുബ്ഹാനല്ലാഹ്, ഇത്രയും ശ്രേഷ്ഠമായ ഹദീസാണ്. ഇമാം അന്നവവിയുടെ 40 ഹദീസുകളിൽ അർബഊനിൽ ഈ ഹദീസ് കാണാം. ദീർഘമായ ഒരുപാട് ഹദീസ് പ്രത്യേകം വിശദീകരിക്കേണ്ടുന്ന ഒരു ഹദീസാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവില്ലായ്മയും ഇല്ലായ്മയും എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുക ദുആക്ക് ഉത്തരം ലഭിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ കഴിവുകളും ഇല്ലായ്മയും ആരോട് പറയുക? അള്ളാഹുവിനോട് മാത്രം. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ദുആ നിങ്ങൾ കേട്ടിട്ട്, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അള്ളാഹുവേ, എൻ്റെ റബ്ബെ, എൻ്റെ എല്ലുകൾ ദുർബലമായി, എൻ്റെ മുടി നരച്ചു തിളങ്ങി, എന്നാൽ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല. പ്രയാസം എടുത്തു പറയുന്നത് നോക്കൂ നിങ്ങൾ, ബുദ്ധിമുട്ടെടുത്തു പറയുന്നു. അള്ളാഹുവിനോട് അത് പറയുക, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഒരു ഫാഖത്ത്, ഒരു പ്രാരാബ്ദം ഒരാൾക്ക് വന്നിറങ്ങി, അയാളത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചാൽ അള്ളാഹു അവൻ്റെ പ്രാരാബ്ദം നീക്കിക്കൊടുക്കും. ആർക്കെങ്കിലും ഒരു പ്രാരാബ്ദമുണ്ടായി അവൻ പടപ്പുകൾക്ക് മുന്നിൽ അത് ഇറക്കി വെച്ചാൽ അള്ളാഹു അത് വീട്ടിൽ കൊടുക്കുകയില്ല. റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹു ഉത്തരം നൽകും. ഏതു പ്രയാസത്തിലും ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല എങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ വഴി തുറന്നു തരും. റബ്ബ് സുബ്ഹാനഹു വതആല ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. മൂസ അലൈഹിസ്സലാം ഈ ദുആ അവിടെ മഹത്തരമായ ഈ ദുആ അവിടെ ചെയ്യുകയാണ്. ആ മരത്തിൽ ചാരിയിരുന്നു കൊണ്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അപ്പോൾ അതാ ആ 2 സ്ത്രീകളിൽ ഒരാൾ തിരിച്ചു വരുന്നു. ഫജാഅതു ഇഹ്ദാഹുമാ തംഷി അല ഇസ്തിഹ്യാഇൻ. ലജ്ജയോടെ നടന്നുകൊണ്ടാണ് ആ സ്ത്രീ വരുന്നത്, ആ പെൺകുട്ടി വരുന്നത്. എന്നിട്ട് അവർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നു, ലിയജ്സിയക, നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ, നിങ്ങൾക്ക് നൽകാൻ, അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വെള്ളം ഞങ്ങളുടെ ആടുകൾക്ക് കൊടുത്തതിന് പ്രതിഫലം നൽകാൻ. അഥവാ ഈ 2 തഫ്സീറുകൾ കാണാം. ഈ 2 പെൺകുട്ടികൾ പിതാവിൻ്റെ വീട്ടിലേക്ക് പോയി. സാധാരണ വരുന്നതിനും നേരത്തെയാണ് എത്തിയത്. കാരണം പെട്ടെന്ന് കാര്യം നടന്നു. വളരെ വേഗത്തിൽ മൂസ അലൈഹിസ്സലാം വെള്ളം കൊടുത്തു. എന്താണ് കാര്യമെന്ന് ഉപ്പ ചോദിച്ചു. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് വരുന്നത്. മൂസ അലൈഹിസ്സലാം മൂസാ നബിയുടെ അരികിലേക്ക് ചെന്ന് ഈ പെൺകുട്ടി പറയുന്ന വാക്ക് നിങ്ങൾ നോക്കൂ. ഒന്നുകിൽ വരണം, ഒരാവശ്യമുണ്ട് എന്നോ മറ്റോ അല്ല, മറിച്ച് എന്താണ് കാര്യമെന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമായി പറയുന്നു. അതവരുടെ മാന്യതയുടെ അടയാളമാണ്. കാരണം എന്തെങ്കിലും ഒരു മോശം ചിന്ത എവിടെയും വന്നു പോകാതിരിക്കാൻ, എന്തിനാണ് ഞാൻ വന്നത്, എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്, എന്താണ് ആവശ്യം എന്നൊക്കെ പൂർണ്ണമായി പറഞ്ഞു കൊടുക്കുക എന്നത് അവിടെ ഒരു റീബത്ത്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സംസാരമാണല്ലോ. ഒരു റീബത്ത്, ഒരു എന്തെങ്കിലും മോശം ചിന്ത അതിനിട കൊടുക്കാത്ത വാക്കാണത് എന്നാണ് ആ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, എന്തിനാണ് വിളിക്കുന്നത് എന്ന് കൃത്യമായി. ഒന്ന് വീട്ടിലേക്ക് വരുന്നോ, ഒരാവശ്യമുണ്ടെന്നോ ഒന്നുമല്ല. ഇന്ന അബീ യദ്ഊക, എൻ്റെ ഉപ്പങ്ങളെ വിളിക്കുന്നു. എന്തിന്? ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കൊടുത്തതിന് പ്രതിഫലം നൽകാൻ. വ്യക്തമിന് ഒരു സംശയത്തിനോ ഒരു മോശം ചിന്തക്കോ ഒന്നും പ്രസക്തിയില്ല. മൂസ അലൈഹിസ്സലാം ചെന്നു. അപ്പോൾ കാണുന്നത് ആരെയാണ്? ഈ 2 പേരുടെ വൃദ്ധ പിതാവിനെയാണ്, പ്രായമേറിയ ഉപ്പയാണ്. ഇതാരായിരുന്നു ഇദ്ദേഹം? ഇത് ശുഐബ് അലൈഹിസ്സലാമായിരുന്നു എന്നൊരു അഭിപ്രായം മുഫസ്സിറുകൾക്കിടയിൽ ഉണ്ട്. ധാരാളം പേർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതല്ല, ശുഐബ് നബി അല്ല എന്നും അഭിപ്രായമുണ്ട്. കാരണം നാട് മദിയനാണ്, ശുഐബ് അലൈഹിസ്സലാമിൻ്റെ നാടാണ്. അതുകൊണ്ട് ശുഐബ് അലൈഹിസ്സലാം ആകാൻ സാധ്യതയുണ്ട്. മുൻഗാമികളിൽ തന്നെ ചിലർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, മറ്റു ചിലർ അല്ല, ഇത് ശുഐബ് അല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം, കൂടുതൽ ശരി ഇത് ശുഐബ് അലൈഹിസ്സലാം അല്ല എന്നാണ്. ആ അഭിപ്രായമാണ് കൂടുതൽ ശരി. കാരണം ശുഐബ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വിവരിച്ച ഇടങ്ങളിലെല്ലാം
പഴയകാല നബിമാരുടെ കൂടെയാണ് ഷുഐബ് അലൈഹിസ്സലാമിനെ എണ്ണിയിട്ടുള്ളത്. കാരണം പഴയകാല നബിമാർ, പഴയ നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് മുമ്പ് ജീവിച്ച നൂഹ്, അതുപോലെ ഹൂദ്, സാലഹ് അലൈഹിമുസ്സലാം തുടങ്ങിയ നബിമാരുടെ കൂടെ. അതല്ല എങ്കിൽ ലൂത്ത് അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെയായിരുന്നു ജീവിച്ചത്. ഈ നബിമാരുടെ കൂടെയാണ് ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ വന്നയിടത്തൊക്കെ ഉള്ളത്. മൂസാ നബി ആകട്ടെ അത് കഴിഞ്ഞ് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ജീവിച്ചത്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലം കഴിഞ്ഞ് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? മൂസാ നബി അലൈഹിസ്സലാം വരുന്നത്. അതുകൊണ്ട് മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ ഷുഐബ് നബിയുടെ പേര് വന്നിട്ടുണ്ട്. ഷുഐബ് നബിയുടെ പേര് ഖുർആനിൽ വരാത്ത പേരല്ല. ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ വരാത്ത പേരല്ല. റബ്ബ് ഈ പെൺകുട്ടികളുടെ പിതാവിനെ പറയുന്നിടത്തൊക്കെ അവരുടെ പിതാവ് ഷെയ്ഖും കബീർ തുടങ്ങിയ വാക്കല്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. വല്ലാഹു അലം. ഇതെല്ലാം കൊണ്ട് അത് ഷുഐബ് നബി അല്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരി. പക്ഷേ ഷുഐബ് നബിയാണ് എന്ന് അഭിപ്രായമുണ്ട്, അത് ശരിയാണ്. അങ്ങനെ അഭിപ്രായമുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ സഹീഹ് വല്ലാഹു അലം അത് ഷുഐബ് നബി അല്ല എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. വഖസ്സ അലൈഹി ഖസസ്, കഥ പറഞ്ഞു കൊടുത്തു. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ലാ തഖഫ്, ഇനി പേടിക്കേണ്ടതില്ല. നജൗത മിനൽ ഖൗമി ളാലിമീൻ, ആക്രമികളായ ആളുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? കാരണം മദിയനിൽ ഫിറഔനിന് അധികാരമില്ല. അത് വേറെ രാജ്യമാണ്, വേറെ ഒരു നാടാണ്. ഫിറഔനിൻ്റെ അധികാരം മിസ്റിലാണ്, ഈജിപ്തിനാണ്. അതുകൊണ്ട് അവരുടെ അധികാരത്തിന് പുറത്തുള്ള സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കുന്നു. നജൗത മിനൽ ഖൗമി ളാലിമീൻ. ഇങ്ങനെ സംസാരമുണ്ടായപ്പോൾ അതാ ആ രണ്ട് പെൺമക്കളിൽ ഒരാൾ ഉപ്പയോട് പറയുകയാണ്, യാ അബതിസ്തഅ്ജിറുഹു, അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തെ ജോലിക്കെടുക്കുക, അജീറായി എടുക്കുക. അജീർ എന്ന് പറഞ്ഞാൽ കൂലിക്ക് ജോലി ചെയ്യുന്നതാണ്. യാ അബതിസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ, താങ്കൾ ഇങ്ങനെ ജോലിക്ക് വെക്കുന്നവരിൽ വെക്കാൻ ഏറ്റവും കൊള്ളുന്ന ആളാരാണ്? അൽ ഖവിയുൽ അമീൻ, ഖവിയും അമീനുമായിട്ടുള്ള ആളാണ്. ഖവി എന്നാൽ ഖുവത്തുള്ള ആൾ, ശക്തിയുള്ള ആൾ. അമീൻ എന്നാൽ അമാനത്തുള്ള ആൾ, വിശ്വസ്തനായ ആൾ. എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് മൂസ അലൈഹിസ്സലാം ഖവിയും അമീനുമാണെന്ന് മനസ്സിലായത്? തഫ്സീറുകളിൽ നമുക്ക് കാണാം. കാരണം നേരത്തെ ആ കല്ലെടുത്ത് നീക്കിയതിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിൻ്റെ ഖുവത്ത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് ഒറ്റക്ക് പൊതുവെ സാധിക്കുന്നതല്ല. മാത്രമല്ല ഇവർ വീട്ടിലേക്ക് വിളിച്ച് നടക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം ഇവരുടെ പിന്നിൽ നടക്കാൻ സമ്മതിച്ചില്ല, മറിച്ച് മുന്നിൽ മൂസാ നബി നടന്നു എന്ന് തഫ്സീറുകളിൽ കാണാം. സ്ത്രീയെ നോക്കി നടക്കാതെ പിന്നിൽ വഴി സൂചിപ്പിച്ച് തരാൻ പറഞ്ഞുകൊണ്ട് മുന്നിലാണ് നടന്നത്. ഇത് അമാനത്ത് സൂചിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് അത് മനസ്സിലായത് എന്ന് തഫ്സീറുകളിൽ കാണാം. നിങ്ങൾ നോക്കൂ, ഈ സ്ത്രീയോട് ജോലിക്കെടുക്കാൻ പറയുന്നു, എന്നിട്ട് ജോലിക്കെടുക്കാൻ ഏറ്റവും നല്ലത് കവിയും അമീനുമായ ആളാണ് എന്ന് പറയും. ഒരു ജോലിക്ക് ഒരാളെ വെക്കണമെങ്കിൽ അയാൾക്ക് ഈ രണ്ട് യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അൽ ഖുവ, രണ്ടാമത്തേത് അൽ അമാന. ഇതിന് വിപരീതം എന്താണ്? അൽ അജ്സു വൽ ഖിയാന. അജ്സ് എന്നാൽ ഖുവത്തിൻ്റെ വിപരീതമാണ്, അഥവാ കഴിവില്ലായ്മ. ആ പണി അയാൾക്ക് എടുക്കാൻ കഴിയില്ല, അയാൾ അതിന് അശക്തനാണ്. അമാനത്ത് വിശ്വസ്തതയാണ്. അതിൻ്റെ വിപരീതം ഖിയാന, വഞ്ചനയാണ്. ഈ രണ്ട് യോഗ്യതകളും ഉണ്ടെങ്കിലേ ഏതൊരാളെയും ഒരു ജോലിക്ക് പറ്റുള്ളൂ. ഖുവത്ത് എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാ കാര്യത്തിനും കവിയായിരിക്കണമെന്നില്ല. ആ പറഞ്ഞ ജോലി അയാൾക്ക് കഴിയണം. ഈ രണ്ടിലേതെങ്കിലും ഒന്നില്ലാതായാൽ ഒരാളെ ഒരു ജോലിക്ക് നടക്കുകയില്ല എന്നാണ്. ഖുവത്ത് എന്നാൽ ആ പണി എടുക്കാനുള്ള കഴിവ്, അതും വേണം. അതോടൊപ്പം വിശ്വസ്തനുമായിരിക്കണം. ചില ആളുകൾ അവർക്ക് ഖുവത്തുണ്ടാവും, പണി എടുക്കാനുള്ള കഴിവും ശക്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആളെ വിശ്വസിക്കാൻ കൊള്ളൂല, പറ്റിക്കും, വഞ്ചന കാണിക്കും. അങ്ങനെയുള്ളവരെ ജോലിക്ക് പറ്റുകയില്ല. ചില ആളുകൾ നല്ല വിശ്വസ്തരായിരിക്കും,
ഒരിക്കലും വഞ്ചിക്കുകയില്ല, ആൾ നല്ല ആളാണ്. പക്ഷെ ആ പണിക്ക് ആ പണി അയാൾ ശരിക്കും എടുക്കുകയില്ല, അയാൾക്കതറിയില്ല, അയാൾക്ക് അതിന് കഴിവ്, അയാളെയും ആ ജോലിക്ക് പറ്റൂല. മറിച്ച് ഖുവ്വത്തും അമാനത്തും ഉണ്ട് എങ്കിലാണ് ഒരാളെ ജോലിക്ക് എടുക്കാൻ പറ്റുക എന്ന പാഠം ഈ ആയത്തിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് 6 പേരെ അടുത്ത ഖലീഫയാകാൻ നിശ്ചയിച്ചു. അഥവാ 6 പേരിൽ ഏതെങ്കിലും ഒരാൾ, ഈ 6 പേർ കൂടി തീരുമാനിക്കണം അവരിൽ ഒരാൾ അടുത്ത ഖലീഫയാകണം. ആർക്കായിരുന്നു ഈ 6 പേർ? ഒന്ന് സംശയമില്ല ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുമ. പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരിൽ 4 പേർ, ത്വൽഹ, ജുബൈർ, സഅദ് ഇബ്നു അബി വഖാസ്, അബൂ ഉബൈദ ബിൽ ജറാഹ്. ത്വൽഹ, ജുബൈർ, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ക്ഷമിക്കണം, ഈ 4 പേരാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഈ 4 പേർ. ഈ 4 പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചത്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, സഅദിനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിൽ, സഅദ് ബിൻ അബി വഖാസിനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഫദാക്, സഅദാകട്ടെ. ഫഇന്നി ലം അഅസിൽഹു അൻ അജ്സിൻ വലാ ഖിയാന. ഞാൻ സഅദിനെ നേരത്തെ ഇറാഖിലെ അധികാരത്തിൽ നിന്ന് പിൻവലിച്ചത് അജ്സോ ഖിയാനത്തോ കൊണ്ടായിരുന്നില്ല. എന്താണത്? നേരത്തെ സഅദ് ബിൻ അബി വഖാസിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ കൂഫയിൽ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ഇറാഖുകാർ പണ്ട് മുതലേ കുഴപ്പങ്ങൾക്ക് അറിയപ്പെട്ടവരായിരുന്നു. അവർ സഅദിനെതിരിൽ ധാരാളം പരാതികൾ ആളുകളോട് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എത്രത്തോളം സഅദിൻ്റെ നിസ്കാരം പോലും ശരിയല്ല എന്നുവരെ അവർ പറഞ്ഞു കളഞ്ഞു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണെന്ന് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കൂടെ 20-ൽ താഴെ വയസ്സ് പ്രായമുണ്ടായപ്പോൾ, ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, 17-ാം വയസ്സായിരുന്നു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്പെയ്ത്തുകാരൻ ഇർമി യാ സഅദ് ഫിദാക അബി വ ഉമ്മി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തൻ്റെ ഉമ്മയും ഉപ്പയും ചേർത്ത് പറഞ്ഞ് ഫിദാ പറഞ്ഞിരിക്കുന്നു എന്ന് സഅദ് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. അത് അറബികൾ പറയുന്ന ഒരു പ്രയോഗമാണ്. ഫിദാക അബി വ ഉമ്മി, എൻ്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് പകരമായിരിക്കട്ടെ എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ സഅദിനോട്, സഅദ് അമ്പെയ്ത്തിൽ അഗ്രഗണ്യനായിരുന്നു, സഅദിനോട് പറഞ്ഞു ഇർമി യാ സഅദ് ഫിദാക അബി വ ഉമ്മി. നബി അങ്ങോട്ട് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മറ്റുള്ളവരോട് പറയുക വളരെ അപൂർവമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇസ്ലാമിന് വേണ്ടി ആദ്യത്തെ അമ്പെയ്ത സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ്. സഅദ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമ്മ നിരാഹാരം കിടന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹു സഅദിൻ്റെ വിഷയത്തിൽ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സഹാബിയാണിത്. ആ സഹാബിയെക്കുറിച്ചാണ് ഈ വിവരമില്ലാത്ത ജനങ്ങൾ പരാതി പറയുന്നത്. സഅദ് പറഞ്ഞു, കൂഫക്കാരൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പരാതി പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ആദ്യത്തെ അമ്പെയ്ത ആളാണ് ഞാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ഈ കാര്യം അന്വേഷിക്കാൻ ആളെ പറഞ്ഞയച്ചു. ആളുകളൊക്കെ ചോദിച്ചു, ആർക്കും പരാതിയില്ല. ഒടുവിൽ ഒരു മസ്ജിദിൽ ചെന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അമ്മ സഅദുൻ, സഅദ് എന്തു ചെയ്യുകയില്ല, യുദ്ധാർജിത സ്വത്ത് വിഹിതം വെക്കുമ്പോൾ നീതി പാലിക്കുകയില്ല, ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ നീതി പാലിക്കുകയില്ല. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് 3 പരാതികൾ, ഇല്ലാത്ത പരാതികൾ പറഞ്ഞു എന്നാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ, ഇയാൾ ഈ പറഞ്ഞത് കളവാണ് എങ്കിൽ, ഇയാൾ ആളുകളെ കാണിക്കാനും കേൾപ്പിക്കാനുമാണ് ഈ പറഞ്ഞതെങ്കിൽ ഫഅത്തുൽ ഉംറ, ഇയാളുടെ ആയുസ് നീ ദീർഘിപ്പിക്കണമേ. അതുപോലെ ഇയാളുടെ ദാരിദ്ര്യം നീ വർദ്ധിപ്പിക്കണമേ, ഇയാളെ ദാരിദ്ര്യത്തിലാക്കണമേ, ഇയാളെ നീ ഫിത്നയിലകപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്തു എന്നാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞത് കാണാം. ആ കോപത്തിൻ്റെ സന്ദർഭത്തിൽ പോലും സഅദ് നീതി പാലിച്ചു എന്നാണ്. ഒന്ന് ഈ പറഞ്ഞത് ശരിയാണ് എങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത്. മാത്രമല്ല അയാൾ 3 ആരോപണമാണ് പറഞ്ഞത്, 3 ദുആ ആണ് ചെയ്തത്. ഹദീസിൻ്റെ അവസാനം നമുക്ക് കാണാം, ഈ പറഞ്ഞ മനുഷ്യൻ ഒരുപാട് കാലം ജീവിച്ചു, അങ്ങേറ്റം വൃദ്ധനായി, അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു, അയാളുടെ പുരികം കണ്ണിലേക്ക് വീണുപോകുമാറ് വൃദ്ധനായി. എന്നിട്ടും ആ വയസ്സ് കാലത്തു വരെ അയാൾ അങ്ങാടിയിലൂടെ പോകുന്ന അടിമകളായ സ്ത്രീകളെയും മറ്റും പിച്ചാറും
തോണ്ടാനും പിടിക്കാനും മറ്റും നിൽക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും മോശമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. അയാൾ തന്നെ പറയാറുണ്ടായിരുന്നു അത്ര അസാബത്ത് നി ദഅവത്തു സഅദ്, സഅദിൻ്റെ ദുആ എനിക്ക് തട്ടിയതാണ് എന്ന്. പക്ഷേ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? സഅദിനെ ഇറാഖിൽ നിന്ന് പിൻവലിച്ചു. എന്തുകൊണ്ട്? സഅദ് മോശക്കാരനായതുകൊണ്ടല്ല, മറിച്ച് ഇറാഖുകാർ എന്തെങ്കിലും ഉപദ്രവം സഅദിനെ ചെയ്തേക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കൂ, ഈ 6 പേരിൽ സഅദുണ്ട്. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ചു, ഇനി സഅദിനെ ആണിവർ തീരുമാനിക്കുന്നത് എങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞാലോ അതങ്ങനെ ശരിയാകും. കാരണം പണ്ട് ഇറാഖിൽ നിന്ന് ഉമർ സഅദിനെ പിൻവലിച്ചിട്ടില്ലേ, അധികാര സ്ഥാനത്ത് നിന്ന് പിൻവലിച്ചിട്ടില്ലേ, പിന്നെ എങ്ങനെ സഅദിന് ഖലീഫയാകും? ഉമർ ചിലപ്പോൾ മറന്നിട്ട് സഅദിനെ വെച്ചതായിരിക്കും എന്നാരും പറയാതിരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞു? സഅദിനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഫദാക്ക്, അത് തന്നെ. ഫഇന്നി ലം അഅസിൽഹു അൻ അജ്സിൻ വലാ ഖിയാന, അജ്സ് കൊണ്ടോ ഖിയാനത്ത് കൊണ്ടോ അല്ല ഞാൻ സഅദിനെ പിൻവലിച്ചത്. നോക്കൂ, ഈ 2 സിഫത്തുകളുടെ വിപരീതം, ഖുവ്വത്തിൻ്റെയും അമാനത്തിൻ്റെയും വിപരീതം. അപ്പോൾ നോക്കൂ, സഹാബത്തിനിടയിലെല്ലാം ഉണ്ടായിരുന്ന പാഠമാണിത്. ഒരാളൊരു ജോലിക്ക് ഏൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഖുവ്വത്തും അമാനത്തും ഉണ്ടായിരിക്കണം. അതിന് വിപരീതമാണ് അജ്സും ഖിയാനത്തും. വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പാഠമാണ്. അതുപോലെ നമ്മളും ഇക്കാര്യം ശ്രദ്ധിക്കണം. ഖുവ്വത്ത് എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഉണ്ടാകണമെന്നില്ല, പക്ഷെ അമാനത്ത് അതുണ്ടായിരിക്കണം. അമാനത്ത് നിർബന്ധമാണ്. അതിൻ്റെ വിപരീതം ചതി, അതൊരിക്കലും ഒരു മുഅ്മിനിന് യോജിച്ച സ്വഭാവമല്ല, മറിച്ച് മുനാഫിഖിൻ്റെ സ്വഭാവമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഈ മകൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അവരുടെ വൃദ്ധനായ പിതാവ് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ ഉംകിഹക ഇഹ്ദ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജ്. എൻ്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. എന്താണ് പകരം? അലാ അൻ തഅജുറനി 8 ഹിജജ്, 8 വർഷം എനിക്ക് വേണ്ടി പണിയെടുക്കണം, ആടുകളെ മേയ്ക്കണം, 8 വർഷം ജോലി ചെയ്യുക എന്നതാണ് മഹർ. ഇനി നിങ്ങൾ 10 പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, 10 ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഇൻഷാ അല്ലാഹ് സതജിദുനി ഇൻഷാ അല്ലാഹു മിന സാലിഹീൻ, സാലിഹ്യങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിനപ്പുറം ജോലി ചെയ്യിക്കുകയോ എന്തെങ്കിലും നിങ്ങളെ പ്രയാസത്തിലാക്കാനല്ല ഞാൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ദാലിക ബൈനി വബൈനക്, ശരി, ഈ കരാർ ഞാൻ ഏറ്റിരിക്കുന്നു. ഈ 2 അവധികളിൽ, അഥവാ ഈ 2 വർഷം, അതായത് 8 10 ആകട്ടെ, 2-ലേത് ഞാൻ പൂർത്തിയാക്കിയാലും ഫലാ ഉദ്വാന അലൈ, എന്നോട് പ്രയാസമൊന്നും തോന്നരുത്, എന്നോട് വെറുപ്പൊന്നും തോന്നരുത്. വല്ലാഹു അലാ മാ നഖൂൽ വക്കീൽ, നമ്മൾ ഈ പറയുന്നതിന് അള്ളാഹു അവൻ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളവനാണ്. നോക്കൂ, ഇങ്ങനെ മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളിൽ ഒരാളെ വിവാഹം ചെയ്തു. അവിടെ അവരുടെ ആടുകളെ മേയിച്ച് വർഷങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഈ അവധി പൂർത്തിയായപ്പോൾ മൂസാ അലൈഹിസ്സലാമിന് തൻ്റെ കുടുംബത്തെ, തൻ്റെ പ്രിയപ്പെട്ടവരെ, മിസ്റിലുള്ള തൻ്റെ ആളുകളെ, തൻ്റെ കുടുംബത്തെ കാണാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ഭാര്യ പിതാവിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മദിയനിൽ നിന്ന് പോവുകയാണ്. ഏതവധിയാണ് മൂസാ അലൈഹിസ്സലാം പൂർത്തിയാക്കിയത്? 8 ആണോ 10 ആണോ? സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത് കാണാം 10 ആണ് പൂർത്തിയാക്കിയത്. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹുവിൻ്റെ നബിമാർ അവർ ഒരു വാക്ക് പറഞ്ഞാൽ അതിലേറ്റവും നല്ലത് പാലിക്കുന്നവരാണ്, ഏറ്റവും നല്ലത് പാലിക്കുന്നവരാണ്, പരിപൂർണമായി പൂർത്തിയാക്കുന്നവരാണവർ. അതുകൊണ്ട് 10 വർഷമാണ് യഥാർത്ഥത്തിൽ മൂസാ അലൈഹിസ്സലാം അവിടെ കഴിച്ചുകൂട്ടിയത്, അവരുടെ ആടുകളെ മേയിച്ച് കഴിച്ചുകൂട്ടിയത്. ഇങ്ങനെ 10 വർഷം തികഞ്ഞപ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മൂസാ അലൈഹിസ്സലാം പുറപ്പെട്ടു എന്നാണ്. പുറപ്പെടുന്നതിന് മുൻപ് കൊണ്ടുപോകാൻ ഇത്രയും വർഷം ഇവിടെ നിന്നതാണ്, ജോലി ചെയ്തതാണ്. അതിനു പകരമായി ആടുകളെ ഭാര്യയുടെ പിതാവ്
മൂസാ നബിക്ക് കൊടുത്തു എന്നാണ്. മുൻഗാമികൾ പലരും പറഞ്ഞത് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. ഇമാം ബിൻ കസീർ റഹിമഹുല്ലാ അതിൻ്റെ സനദ് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം. അതായത് ആടുകൾ കൊടുക്കാൻ ഇദ്ദേഹം ഒരു നിബന്ധന വെച്ചത്രേ. അതെന്തെന്നാൽ ഒരാടിൻ്റെ നിറം അത് കറുപ്പാണ് എങ്കിൽ അതിൻ്റെതല്ലാത്ത നിറത്തിൽ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കുള്ളതാണ്, എടുത്തോളൂ. ഒരാട് കറുപ്പ് നിറമാണെങ്കിൽ വെള്ള നിറത്തിലുള്ളതിന് പ്രസവിച്ചാൽ അത് നിങ്ങൾക്കുള്ളതാണ്. ഇങ്ങനെ ഒരു നിബന്ധന വെച്ചു എന്നാണ്. മൂസ അലൈഹിസ്സലാം ഈ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോയ സന്ദർഭത്തിൽ ചില കയറുകൾ ഈ വെള്ളത്തിൽ കാണുന്ന രൂപത്തിൽ കെട്ടിയിട്ടു എന്നാണ്. ഇത് കണ്ടപ്പോൾ പരിചയമില്ലാത്തൊരു കാഴ്ച കണ്ട് ആടുകൾ പേടിച്ചുപോയി. പേടിച്ചതിങ്ങനെ ചാടി. ഈ പേടിച്ച ആടുകൾ ആ വർഷം പ്രസവിച്ചപ്പോൾ അതൊക്കെ വേറെ നിറത്തിലുള്ളതായിരുന്നു എന്നാണ്. ഒന്നോ രണ്ടോ ആടുകൾ ഒഴികെ അതൊക്കെ അതിൻ്റെതല്ലാത്ത നിറത്തിലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ബനു ഇസ്രായേലർക്കിടയിൽ വളരെ അറിയപ്പെട്ടതുമാണ്. ഒരാടിന് അതിൻ്റെതല്ലാത്ത നിറത്തിൽ പ്രസവിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അതിനെ ഈ രൂപത്തിൽ ഭയപ്പെടുത്തുകയോ മറ്റോ ഈ രൂപത്തിൽ ചില ജോലികൾ ചെയ്താൽ അങ്ങനെ പ്രസവിക്കുമെന്നത് ഇസ്രായേലർക്കിടയിൽ അവർ കൈമാറി വന്ന ഒരു വിജ്ഞാനമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കുറേ കാലം കഴിഞ്ഞ് വരെ അവരത് ആ വിദ്യ ഉപയോഗിക്കാറുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഈ ലഭിച്ച ആടുകളുമായി പുറപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അഥവാ എത്ര വർഷമായിരുന്നു കഴിച്ചുകൂട്ടിയത് എന്ന് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ളൊരു റിവായത്ത് ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം. സഈദ് ബിൻ ജുബൈർ താബിഈയാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാരിൽ വളരെ പ്രമുഖനാണ്. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, സഅലനി യഹൂദിയുൻ മിൻ അഹ്ലിൽ ഹിറ എന്ന നാട്ടിലെ ഒരു യഹൂദി എന്നോട് ചോദിച്ചു, അയ്യൽ അജലൈനി ഖദ മൂസാ നബി ഏത് അവധിയാണ് പൂർത്തിയാക്കിയത്? ഏത് കാലം ആണ് പൂർത്തിയാക്കിയത്? 8 ആണോ 10 ആണോ? 8 വർഷമാണോ 10 വർഷമാണോ ജോലി ചെയ്തത്? ഫഖുൽതു, സഈദ് ബിൻ ജുബൈർ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ഹത്താ അഖ്ദമ അലാ ഹബ്രിൽ അറബ് ഫഅസ്അല, ഞാൻ അറബികളുടെ ഹബറിൻ്റെ അരികിലേക്ക് പോയി ചോദിക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. ഹബർ എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കപ്പെട്ട പേരാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം സൂചിപ്പിക്കുന്ന പേരാണ്. ഹബറിൻ്റെ ബഹുവചനമാണ് അഹ്ബാർ. ഖുർആൻ വന്നിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ. പഴയ കാലത്തെ യഹൂദി നസ്രാനികളിലെയും മറ്റും പണ്ഡിതരെ പറയുന്ന വാക്കാണ് അഹ്ബാർ. അതിൻ്റെ ഏകവചനമാണ് ഹബർ. അറബികളിലെ ഹബറിനോട് ഞാൻ ചോദിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അത്രയും വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയായിരുന്നു ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അങ്ങനെ സഈദ് ഇബ്നു ജുബൈർ പറയുന്നു, ഫഖദിംതു ഫസഅൽതു ഇബ്നു അബ്ബാസ്, ഞാൻ ചെന്ന് ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു. ഫഖാൽ, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഖദാ അക്സറഹുമാ വഅത്യബഹുമാ ഇന്ന റസൂലല്ലാഹി ഇദാ ഖാല ഫഅൽ. മൂസാ അലൈഹിസ്സലാം അതിൽ ഏറ്റവും അധികം ഏതാണോ, അതുപോലെ ഏറ്റവും നല്ല ഏതാണോ അതാണ് പൂർത്തീകരിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലുകൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും. അവരത് സൂചിപ്പിച്ചതാണ് എങ്കിൽ പോലും അത് ചെയ്യുമെന്നാണ്. അത് കറമിൻ്റെ അടയാളമാണ്, അഥവാ ഉദാരതയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ നമുക്ക് കാണാം, ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട പ്രയോഗമാണ്, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. അസാ റബ്ബുക്കും യർഹമക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം. ഈ അസ, ലഅല്ല ഇതൊക്കെ അറബിയിൽ പൊതുവേ എന്തിന് സൂചിപ്പിക്കുന്നതാണ്? സാധ്യത പറയാൻ അറിയിക്കുന്നതാണ്. ചെയ്തേക്കാം, തന്നേക്കാം എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ് എന്നാണ്. കാരണം അവൻ കരീമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്യുദാരനാണ്. കരീമായ ഒരുവൻ ഒരു കാര്യം ഞാൻ നിനക്ക് നോക്കട്ടെ തരാം എന്ന് പറഞ്ഞാൽ അത് തരും. റബ്ബ് സുബ്ഹാനഹു വ തആല അക്രമുൽ അക്രമീൻ, ഏറ്റവും ഉദാരനാണ്. അള്ളാഹുവിൻ്റെ റസൂലുകളുടെ ഏറ്റവും മാന്യമായ സ്വഭാവമാണ് അത്. അവരത് രണ്ടിലേതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞുവെങ്കിലും അതിൽ ഏറ്റവും നല്ലതാണ് അവർ പൂർത്തീകരിക്കുക എന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്കത് എത്ര കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ജാബിറിൻ്റെ ഒട്ടകം നീങ്ങുന്നില്ല. എങ്ങനെ ഇത് നീങ്ങുന്നത്? പിന്നിലാണ്, എല്ലാ ഒട്ടകങ്ങളുടെയും പിന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്ന് അടിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് പിന്നെ ഏറ്റവും മുന്നിലാണ്, അത് എല്ലാ ഒട്ടകങ്ങളെക്കാളും മുന്നിലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് ചോദിച്ചു, വിൽക്കുന്നോ? അത് വിൽക്കുന്നോ എന്ന് ചോദിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. പക്ഷെ ജാബിർ പറഞ്ഞു, മദീനയിൽ എത്തോളം എനിക്ക് ഇതിൻ്റെ പുറത്ത് തന്നെ സഞ്ചരിക്കണം, മദീനയിൽ എത്തുന്നതിന് മുമ്പ് തരാൻ കഴിയില്ല. മദീനയിലെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടകത്തെ കൊടുത്തു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്ത് എത്രയാണോ പറഞ്ഞത്, ജാബിർ റളിയല്ലാഹു അൻഹുവിന് അതും കൊടുത്തു. അതിനുശേഷം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെയും കൊടുക്കുക. വാങ്ങിയ ഒട്ടകത്തെ ജാബിറിന് തന്നെ കൊടുക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ കാണാം. എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കറം, അങ്ങേറ്റത്തെ ഉദാരത നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന ഒരാൾ സമ്പത്ത് ചോദിച്ചു. അവിടെ ഒരു മുസ്ലിം ആയിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുത്തു. പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുത്തു. അയാൾ ഓടി ആളുകളോട് വിളിച്ചു പറയുകയാണ്, യാ ഖൗമി അസ്ലിമു, ജനങ്ങളെ മുസ്ലിമീങ്ങളാകൂ, ഇസ്ലാം സ്വീകരിക്കൂ നിങ്ങൾ. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാഅ മൻ ലാ യഖാഫുൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കാത്തൊരു കൊടുക്കലാണ് മുഹമ്മദ് കൊടുക്കുന്നത്, അതുകൊണ്ട് മുസ്ലിമീങ്ങളായിക്കോളൂ എന്ന് അയാൾ ആളുകളോട് വിളിച്ചു പറഞ്ഞു എന്നാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാരുടെ ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം അവധി പൂർത്തിയാക്കുകയും എന്നിട്ട് കുടുംബവുമായി പുറപ്പെടുകയും ചെയ്തു. ആ പുറപ്പെട്ടത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ, അഥവാ മിസ്റിൽ ചെന്നാൽ ആളുകൾക്ക് അറിയാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു മൂസാ അലൈഹിസ്സലാം പുറപ്പെട്ടത് എന്ന് തഫ്സീറുകളിൽ കാണാം. പെട്ടെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ അങ്ങനെയുള്ള വേഷമോ മറ്റോ ധരിച്ചാണ് പുറപ്പെട്ടത്. അങ്ങനെ ഈ യാത്രയിൽ, ആ യാത്ര അവർ തുടങ്ങി. ആ യാത്രയിൽ ഒരു സമയം കടുത്ത ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു, അതുപോലെ കടുത്ത തണുപ്പുമായിരുന്നു. അങ്ങനെ കൊടും തണുപ്പുള്ള ഒരു രാത്രിയിൽ അവർക്ക് വഴി തെറ്റിപ്പോയി. മദീനയിൽ നിന്ന് മിസ്റിലേക്കുള്ള വഴി അവർക്ക് തെറ്റിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അതാ മൂസ അലൈഹിസ്സലാമിൻ്റെ വലതുഭാഗത്ത് പടിഞ്ഞാറു ഭാഗത്തായി തൂർ പർവ്വതത്തിൽ അവിടെ അതിനരികിൽ ഒരു മരത്തിനരികിൽ ഒരു വെളിച്ചം കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സൂറത്തു താഹയിലും മറ്റും ഉള്ളതുപോലെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനിതാ ഒരു തീ കാണുന്നു, നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ അതിൽ നിന്ന് ഒരു ഖബസ് എടുത്തിട്ട് വരാം. ഖബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീയിൽ നിന്ന് ഒരല്പം കൊളുത്തിയെടുക്കുന്നതിനാണ് എന്ത് പറയുക? ഖബസ്. അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, ഇഖ്തിബാസ്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ, ഖുർആനിൽ നിന്ന് ഒരു വാക്ക് എടുക്കുക, അത് ഖുർആനിൽ നിന്നാണ് എന്ന് പറയാതെ, ഖുർആനിൽ നിന്നാണ് എന്ന് പറയാതെ വാചകത്തിനിടയിൽ ആ വാക്ക് കൊണ്ടുവരും, അതിന് ഇഖ്തിബാസ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ധാരാളമായി പ്രയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ. ഉദാഹരണത്തിന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു രാത്രി നിസ്കരിക്കാൻ വേണ്ടി മകളായ ഫാത്തിമയുടെയും അലിയുടെയും റളിയല്ലാഹു അൻഹുമ വാതിൽ മുട്ടുകയാണ്. വാതിൽ മുട്ടിയിട്ട് ചോദിച്ചു, അലാ തുസല്ലിയാൻ, എന്താ രണ്ടുപേരും നിസ്കരിക്കുന്നില്ലേ, രാത്രി നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അംഫുസുന ബിയദില്ലാ, നമ്മുടെ റൂഹ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, ഉറങ്ങുമ്പോൾ റൂഹ് ഏറ്റെടുക്കും എന്നല്ലേ, അള്ളാഹു തിരിച്ചു തന്നാൽ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കും, തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുകയില്ല എന്ന് അലി ബിൻ അബി താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ കുട്ടിയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ കുട്ടിയാണ്, ഫാത്തിമയെ പോലെ തന്നെ. പിന്നെ നബിയോട് പുറത്തുള്ള ആളുകൾ പറയുന്നതിനപ്പുറം പറയാൻ സ്വാതന്ത്ര്യം അലിക്കുണ്ടാകുമെന്നതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ കാലുകളിൽ അടിച്ചുകൊണ്ടിങ്ങനെ തിരിച്ചു പോയിട്ട് പറഞ്ഞു, വകാനൽ ഇൻസാനു
അക്സറ ഷൈഇൻ ജദല. സൂറത്തുൽ കഹ്ഫിലെ ആയത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ വലിയ താർക്കികൻ തന്നെയാണ്, തർക്കക്കാരൻ തന്നെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞ് സദാസം ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചു പോയി എന്ന്. അപ്പോൾ ഇതിനെന്ത് പറയും? ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ തർക്കവും അവിടെ പറഞ്ഞ സാഹചര്യവും അതെല്ലാ നിലക്കും ഇവിടെ ആകണം എന്നില്ല, മറിച്ച് ആ പ്രയോഗം ഇവിടത്തേക്ക് കടമെടുത്ത് പറയുക. അതിനാണ് ഇഖ്തിബാസ് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ യുദ്ധവുമായി എത്തിയ സന്ദർഭത്തിൽ, സൈന്യവുമായി എത്തിയ സന്ദർഭത്തിൽ യഹൂദികൾ അവർ പേടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദുൻ വൽ ഖമീസ്, മുഹമ്മദും ഖമീസും ഇതാ എത്തിയിരിക്കുന്നു. ഖമീസ് എന്ന് പറഞ്ഞാൽ സൈന്യം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം സൈന്യത്തിന് 5 ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ്. മുഖദ്ദമ, മുഅഖറ, മൈമന, മൈസറ, ഖൽബ്, ഇങ്ങനെ 5 ഭാഗങ്ങൾ. മുന്നിലെ സൈന്യം, പിന്നിലെ സൈന്യം, വലത്തിയടുത്ത്, നടുവിൽ. അതുകൊണ്ട് സൈന്യത്തിന് ഖമീസ് എന്ന് പറയും. 5 ഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ ഖമീസ് എന്ന് പറയും. യഹൂദികൾ പറഞ്ഞു മുഹമ്മദ് വൽ ഖമീസ്, മുഹമ്മദും ഖമീസും ഇതാ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞവരാകെ പേടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ ഖരിബത് ഖൈബർ, അല്ലാഹു അക്ബർ ഖരിബത് ഖൈബർ, ഇന്ന ഇദാ നസൽനാ സാഹത ഖൗമിൻ ഫസാഅ സബാഹുൽ മുൻദരീൻ. അല്ലാഹു അക്ബർ, ഖൈബർ തകർന്നിരിക്കുന്നു. ഞങ്ങളൊരു ഖൗമിൻ്റെ നടുമുറ്റത്ത് ചെന്നിറങ്ങിയാൽ ഫസാഅ സബാഹുൽ മുൻദരീൻ, ആ താക്കീത് നൽകപ്പെട്ടവരുടെ പകൽ അത് അങ്ങേയറ്റം മോശമായിരിക്കും. ഇത് ഖുർആൻ എന്നുള്ള പ്രയോഗമാണ്. സൂറത്തു സഫാത്തിൽ അതിൻ്റെ അവസാനം നമുക്ക് കാണാം, ഫഇദാ നസല ബിസാഹതിഹിം ഫസാഅ സബാഹുൽ മുൻദരീൻ. അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരു കൂട്ടരിൽ വന്നിറങ്ങിയാൽ ഫസാഅ സബാഹുൽ മുൻദരീൻ, ആ താക്കീത് നൽകപ്പെട്ടവരുടെ പകൽ അങ്ങേയറ്റം മോശമായിരിക്കും. ആ നേരം അവർക്ക് അങ്ങേയറ്റം മോശമായ അനുഭവമായിരിക്കും. നോക്കൂ, ഖുർആൻ ആ പ്രയോഗം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയും. ഇതിനെ ഇഖ്തിബാസ് എന്ന് പറയും. ഇത് നോക്കൂ, അറബിയിൽ ആ പ്രയോഗം നോക്കൂ, ഒരു തീയിൽ നിന്ന് കൊളുത്തിയെടുക്കുക. അതാണ് മൂസാ നബി പറഞ്ഞത്, ഞാനൊരു ഖബസുമായി വരാം, അതിൽ നിന്നൊരു ഖബസ്, ഒരു കൊളുത്തിയെടുത്ത് തീയെടുത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ മൂസാ അലൈഹിസ്സലാം പോവുകയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് സൂചിപ്പിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇങ്ങനെ കത്തിജ്വലിക്കുന്ന തീയാണ്. പക്ഷേ കൂടെയുള്ളവർ, മൂസാ അലൈഹിസ്സലാമിൻ്റെ കുടുംബം അത് കണ്ടിട്ടില്ല. മൂസാ നബി കണ്ടു. അത് യഥാർത്ഥത്തിൽ നാറായിരുന്നില്ല, പിന്നെയോ നൂറായിരുന്നു. അത് നാറല്ല, അത് തീയല്ല, യഥാർത്ഥത്തിൽ നൂറായിരുന്നു, പ്രകാശമായിരുന്നു. അവർ കണ്ടില്ല, മൂസാ അലൈഹിസ്സലാം കണ്ടു. മൂസാ നബി അവരോട് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഇന്നി ആനസ്തു നാറ, ഞാനിതാ ഒരു തീ കണ്ടിരിക്കുന്നു, ലഅല്ലി ആതീകും മിൻഹാ ബിഖബറിൻ, ഞാൻ എന്തെങ്കിലും ഒരു വിവരം അഥവാ മറ്റു ചില ആയത്തുകളിൽ വന്നിട്ടുള്ളതുപോലെ ഒന്നെങ്കിലും ഒരു ഹുദ എന്താണ്? വഴി മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി, അല്ലെങ്കിൽ ഒരു വെളിച്ചം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. യാ സുബ്ഹാനല്ലാഹ്, അവിടെ പോയപ്പോൾ കിട്ടിയ വെളിച്ചം അതേത് വെളിച്ചമായിരുന്നു. ഇസ്രായേൽ സന്തതികൾക്ക് മുഴുവൻ, അവരെ മുഴുവൻ സന്മാർഗത്തിലേക്ക് നയിച്ച ഹുദ, അതാണ് മൂസാ നബിയെ അവിടെ കാത്തിരുന്നത്. ഹുദയും അതുപോലെ ആ സന്മാർഗവും ആ വെളിച്ചവും. മൂസാ അലൈഹിസ്സലാം അങ്ങോട്ട് ചെന്നപ്പോൾ അത്ഭുതകരമായി അവിടെ ഒരു മരമുണ്ടായിരുന്നു, അതുപോലെ അവിടെ പ്രകാശിക്കുന്നു. തീ കത്തിയാൽ മരത്തിനെന്താണ് സംഭവിക്കുക? അത് ചുരുങ്ങി ഉണങ്ങി തീരുകയാണ് ചെയ്യുക. പക്ഷെ മരത്തിൻ്റെ പച്ചപ്പും ഈ പ്രകാശവും ഒരുപോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തഫ്സീറുകളിൽ കാണാം. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് മൂസാ അലൈഹിസ്സലാം അവിടെ നിൽക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ മൂസാ അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. ഫലമ്മാ അതാഹാ നൂദിയ മിൻ ഷാത്തിഇൽ വാദിൽ ഐമനി ഫിൽ ബുഖഅത്തിൽ മുബാറകതി മിന അശ്ശജറതി അൻ യാ മൂസാ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. മൂസാ നബിയെ റബ്ബ് സുബ്ഹാനഹു വതആല വിളിച്ചിട്ട് പറയുന്നു, ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ, ഞാനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹു. സൂറത്ത് ത്വാഹായിൽ നമുക്ക് കാണാം, ഇന്നി അന റബ്ബുക ഫഖ്ലഅ നഅലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ വഅന അഖ്തറതുക ഫസ്തമിഅ ലിമാ യൂഹാ ഇന്നനി അന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി ഇന്ന അസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദ. എത്ര
മനോഹരമായ, എത്രമാത്രം മഹത്തരമായ ഈ ദീനിൻ്റെ അടിത്തറകളാണ് അള്ളാഹു അവിടെ മൂസാ അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു വിളിച്ചു മൂസാ നബിയെ, എന്തു പറഞ്ഞു? ഇന്നി അന റബ്ബുക്ക്, ഞാൻ നിൻ്റെ റബ്ബാണ്. ഫഖ്ല നഅലൈക, നീ നിൻ്റെ ചെരുപ്പുകൾ അഴിക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, തുവ എന്ന പരിശുദ്ധമായ താഴ്വരയിലാണ് ഉള്ളത്. മൂസാ അലൈഹിസ്സലാമിനോട് ചെരുപ്പ് അഴിച്ചു വെക്കാൻ പറഞ്ഞു എന്നാണ്. യഹൂദികൾ അവരുടെ നിസ്കാരങ്ങളിൽ എന്ത് ചെയ്യുകയില്ല? ഒരിക്കലും ചെരുപ്പ് ധരിക്കുകയില്ല. മനസ്സിലായില്ലേ? ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുക എന്നത് അവരുടെ ദീനിൽ പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. അവരോട് എതിരാകാൻ, ചില സന്ദർഭങ്ങളിലെങ്കിലും അങ്ങനെ ചെയ്യുക നല്ല കാര്യമാണ്. നല്ല ഫർഷൊക്കെ വിരിച്ചിട്ടുള്ള മസ്ജിദിൽ ചെരുപ്പിട്ട് കയറുക പാടില്ല, തെറ്റാണ്. അവിടെ വൃത്തിയേടാക്കാൻ പാടില്ല. അതേസമയം അങ്ങനെ നിസ്കരിക്കാവുന്ന സ്ഥലമുണ്ടോ ചെരുപ്പിട്ട് നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചത് വളരെ ഹദീസുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ട് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പുകൾ അഴിച്ചു വെച്ചു. നിസ്കാരത്തിനിടയിൽ അഴിച്ചു കണ്ടപ്പോൾ സഹാബത്തും അഴിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ചെരുപ്പ് അഴിച്ചത്? സഹാബത്ത് പറഞ്ഞു, നബി അങ്ങ് അഴിക്കുന്നത് കണ്ടതുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അഴിച്ചത് എന്തുകൊണ്ടാണ്? ജിബ്രീൽ നിസ്കാരത്തിൽ എൻ്റെ അരികിലേക്ക് വന്നിട്ട് ചെരുപ്പിനടിയിൽ ഒരു നജസുണ്ട് എന്ന് പറഞ്ഞു തന്നു, അതുകൊണ്ട് അഴിച്ചു വെച്ചതാണ്, നിങ്ങളത് അഴിക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഹദീസിൽ എന്തൊക്കെ ധാരാളം പാഠങ്ങളുണ്ട്. ചെരുപ്പിട്ട് നിസ്കരിക്കാം, അനുവദനീയമാണ്. ഇടയ്ക്കത് അഴിക്കേണ്ട ആവശ്യം വന്നാൽ വേണമെങ്കിൽ അഴിക്കാം. ചെറിയ നിസ്കാരത്തെ ബാധിക്കാത്ത ചെറിയ പ്രവർത്തനമായതുകൊണ്ട് അതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. നിസ്കാരത്തിനിടയിൽ മനസ്സിലായാൽ അത് നീക്കി നിസ്കാരം തുടരാം, കുഴപ്പമില്ല. ഉദു മുറിഞ്ഞതുപോലെയല്ല. ഉദു മുറിഞ്ഞാൽ നിസ്കാരം അവിടെ ബാത്തിലായി. ഉദു എടുത്തിട്ട് നിസ്കാരം തലക്ക് നിന്ന് തുടങ്ങണം. പക്ഷേ നജസ് ശരീരത്തിലോ വസ്ത്രത്തിലോ മറ്റോ ഉണ്ടോ, നിസ്കാരത്തിൽ അത് നീക്കാൻ സാധിക്കുമെങ്കിൽ നീക്കിയിട്ട് നിസ്കാരം തുടരാം. ഉദാഹരണത്തിന് വസ്ത്രത്തിൽ ആ വസ്ത്രം അഴിച്ചാൽ എങ്കിലും ഔറത്ത് മറയാനുള്ള വസ്ത്രം ഉണ്ടെങ്കിൽ നിസ്കാരം തുടരാം, കുഴപ്പമില്ല. അതുപോലെ നിസ്കാരത്തിന് ശേഷമാണ് അറിഞ്ഞത് എന്ത് നജസ് ഉണ്ടായിരുന്നു, ശരീരത്തിലോ വസ്ത്രത്തിലോ മറ്റോ നജസ് ഉണ്ടായിരുന്നു, നിസ്കാരത്തിന് ശേഷമാണ് അറിഞ്ഞത് എങ്കിൽ നിസ്കാരം സഹിയാണെന്ന് മടക്കി നിസ്കരിക്കേണ്ടതില്ല. നിസ്കാരത്തിന് ഇടയിൽ അറിഞ്ഞാൽ അത് നീക്കാൻ സാധിക്കുമെങ്കിൽ നീക്കിയിട്ട് തുടരുക. ഇനി സാധിക്കില്ല എങ്കിൽ നിസ്കാരം മുറിച്ചിട്ട് നജസൊക്കെ വൃത്തിയാക്കിയിട്ട് നിസ്കാരം തുടങ്ങുക. പക്ഷെ അതിന് ശേഷം ആണ് അറിഞ്ഞത് എങ്കിൽ ആ നിസ്കാരം സഹിഹാണ്, അതിൽ കുഴപ്പമില്ല. ഉദു പോലെയല്ല. ഉദുവും ഇല്ലാതെയാണ് നിസ്കരിച്ച നിസ്കാരം കഴിഞ്ഞിട്ട് ഓർമ്മ വന്നാൽ അത് മതിയോ? പോരാ, ഉദു എടുത്തിട്ട് ഒന്നുകൂടി നിസ്കരിക്കണം. തമ്മിലുള്ള വ്യത്യാസം, ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യമാണ്, മറ്റത് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം അത് മറന്നു പോകുന്നതും ചെയ്യാൻ പറഞ്ഞ കാര്യം മറന്നു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നോമ്പിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അത് എന്താണ്? ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം. മറന്നുകൊണ്ട് ഒരാൾ തിന്നാലോ കുടിച്ചാലോ നോമ്പ് സഹിയാണ്. അതേസമയം നീയത്ത് ഒരാൾ മറന്നുപോയി, നോമ്പ് ശരിയാവുകയില്ല. നീയത്ത് മറന്നുപോയാൽ നോമ്പ് ശരിയാവുകയില്ല. നേരത്തെ ഫർദാണെങ്കിൽ നേരത്തെ നീയത്ത് വേണം പകലിന് മുൻപേ. സുന്നത്താണെങ്കിൽ പകലിലാണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ നീയത്ത് വെക്കാം. ശരി, അത് മറ്റൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ച് നിസ്കരിച്ചിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാമിനോട് അള്ളാഹു ചെരുപ്പ് അഴിക്കാൻ കൽപ്പിച്ചു. എന്നാൽ ഈ ശരീഅത്തിൽ നമുക്ക് എന്നില്ല, നിസ്കാരത്തിൽ ചെരുപ്പ് അഴിച്ചേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നില്ല, ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം. അള്ളാഹു പറഞ്ഞു, ഫഖലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ വഅന അഖ്തറതുക. മൂസ, താങ്കളെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഅ ലിമാ യുഹാ, എന്താണോ വഹി നൽകപ്പെടുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്തമിഅ ലിമാ യുഹാ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നു, ആദ്യം നൽകിയ വഹിയിൽപ്പെട്ടതാണ്. ഇന്നനി അനല്ലാഹ്, ഞാനാകുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅബ്ദുനി, അതുകൊണ്ട് എന്നെ നീ ഇബാദത്ത് ചെയ്യുക, എന്നെ ആരാധിക്കുക. വാഖിമിസ് സ്വലാത്ത,
നീ നിസ്കാരം നിലനിർത്തുക ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നിസ്കാരം നിലനിർത്തുക. നോക്കൂ, തൗഹീദാണ് അള്ളാഹു സകല നബിമാരോടും ആദ്യം പറഞ്ഞത്. നബിമാരോട് അള്ളാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ നബിമാർ ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വാക്ക്. ഈ ലോകം ഒന്നാകെ ഒരു തുലാസിൻ്റെ തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിൻ്റെ അടുത്ത തട്ടിലും വെച്ചാൽ ഭാരമേറുക എന്തിനായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനാണ്. ആകാശഭൂമികൾ നിലനിൽക്കുന്നത് ആ കെലിമത്ത് കൊണ്ടാണ്. സ്വർഗനരകങ്ങൾ വേർതിരിക്കപ്പെട്ടത് ആ കെലിമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ ആളുകൾ വിജയിച്ചവരാണ്, അതല്ലാത്തവർ പരാജയപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന വമൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനായി ആര് മരിച്ചോ അവൻ നരകത്തിനാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവനായി ആര് മരിച്ചോ അവൻ സ്വർഗത്തിനാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അള്ളാഹു പറയുന്നു, നബിയെ താങ്കൾക്ക് മുമ്പ് ഏത് റസൂലിനെ നാം അയച്ചിട്ടുണ്ടോ ആ റസൂലിന് നാം എന്ത് വഹി നൽകിയിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കാരനല്ല, ഫഅ്ബുദൂൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇവിടെ നോക്കൂ, മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദുനി, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അതുകൊണ്ട് ഫഅ്ബുദുനി, എന്നെ നീ ഇബാദത്ത് ചെയ്യുക. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രം എന്നതാണ്. അതല്ലാതെ അള്ളാഹു മാത്രമാണ് എനിക്കെല്ലാം നൽകുന്നത്, എന്നെ സൃഷ്ടിച്ചത്, എന്നെ ജീവിപ്പിച്ചത്, എന്നെ ജീവിപ്പിക്കുന്നത്, എന്നെ മരിപ്പിക്കുന്നത് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല. ചില ആളുകൾക്ക് പലർക്കും ഇത് മാത്രമേ അറിയൂ. അവർ പറയും, ശരിയാണ് നിങ്ങൾ പറയും, അള്ളാഹുവാണ് എല്ലാം തരുന്നത്, നമുക്കൊക്കെ റബ്ബല്ലാതെ തരികയില്ല, ഇങ്ങോട്ട് തരുന്ന കാര്യം മാത്രമേ പറയുകയുള്ളൂ. റബ്ബ് നിനക്ക് ഇങ്ങോട്ട് തരുന്നത് അതിലവന് പങ്കുകാരില്ല എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെ നീ അങ്ങോട്ട് നൽകേണ്ടുന്ന കാര്യം അതിന് അർഹതപ്പെട്ടവൻ, നീ അങ്ങോട്ട് നൽകുന്ന ഇബാദത്തിന് അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ചാലേ ശരിയാകും. അല്ല, അതാണ് യഥാർത്ഥത്തിൽ നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുള്ള തർക്കം. അതായിരുന്നു അള്ളാഹുവിൻ്റെ നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം എന്തായിരുന്നു? ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം. എതിരാളികൾ പറഞ്ഞു, അല്ല, അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്തുകൾ നൽകാം. അതല്ല, അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നതായിരുന്നില്ല അള്ളാഹുവിൻ്റെ നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിലുള്ള പ്രധാനപ്പെട്ട തർക്കം. ഇതാണ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യമാണ്. ഫഅ്ബുദുനി, എന്നെ ഇബാദത്ത് ചെയ്യുക, വാഖിമ സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ താങ്കൾ നിസ്കാരം നിലനിർത്തുക. നോക്കൂ, അള്ളാഹുവിൻ്റെ മുൻകഴിഞ്ഞ നബിമാർക്കും അള്ളാഹു നിശ്ചയിച്ച ഇബാദത്താണ് എന്ത്? സലാഹ്, നിസ്കാരം എന്ന് പറയുന്നത്. ആദ്യം അള്ളാഹു പരലോകത്ത് നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ വിചാരണ ചെയ്യുക നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സലാത്തുഹു ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ് വഇൻ ഫസദത് ഖാബ വഖസിർ. ഒരടിമയുടെ അമലുകളുടെ കൂട്ടത്തിൽ, പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുക നിസ്കാരത്തിൻ്റെ കാര്യമാണ്. വഇൻ സലഹത്, അത് നേരെയായാൽ ഫഖദ് അഫ്ലഹ വഅൻജഹ്, അവൻ വിജയിച്ചിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. വഇൻ ഫസദത്, അത് കേടായി പോയാൽ ഖാബ വഖസിർ, തുലഞ്ഞു പോയിരിക്കുന്നു, അവൻ നഷ്ടക്കാരനായി പോയിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഗവർണർമാർക്ക് എഴുതിയിരുന്നു. തൻ്റെ ഗവർണർമാർക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയിരുന്നു, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാഹ് ഫമൻ ഹഫിളഹ വഹാഫള അലൈഹ ഫഖദ് ഹഫിള ദീനഹു വമൻ ضيعഹ ഫഹുവ ലിമാ സിവാഹ അദ്യ. നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അറിയുന്നത് നിസ്കാരമാണ് എന്നതാണ്. ഫമൻ ഹഫിളഹ വഹാഫള അലൈഹ, ആരെങ്കിലും അക്കാര്യം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ ഫഖദ് ഹഫിള ദീനഹു, അവൻ്റെ ദീൻ അവൻ സംരക്ഷിച്ചിരിക്കുന്നു. നിസ്കാരം ശരിയായോ, ദീൻ ശരിയായി. വമൻ ضيعഹ, നിസ്കാരത്തിൻ്റെ കാര്യം ആരെങ്കിലും പാഴാക്കിയാൽ ഫഹുവ ലിമാ സിവാഹ അദ്യ, ബാക്കിയുള്ള കാര്യം അവൻ ഏറ്റവും പാഴാക്കുന്നവനായിരിക്കും. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാർക്ക്
റബ്ബ് നൽകിയതാണ്. അവന് സുജൂദ് ചെയ്യാൻ, അവന് റുക്വ ചെയ്യാൻ അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹു നബിമാരെ കുറിച്ച് പറഞ്ഞു, അവർ നിസ്കാരം നിലനിർത്തുന്നവരായിരുന്നു, അവർ നന്മ കൽപ്പിക്കുന്നവരായിരുന്നു, തിന്മ വിലക്കുന്നവർ, നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു. അള്ളാഹു നബിമാരെ കുറിച്ച് അവരുടെ വിശേഷണമായി അവർ നിസ്കാരം നിലനിർത്തുന്നവരായിരുന്നു എന്ന് പറഞ്ഞത് കാണാം. വഖിമി സ്വലാത്ത ലിദിക്രി. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നായ പരലോകത്തെക്കുറിച്ച് മൂസ അലൈഹി ഇസ്ലാമിന് വഹി നൽകി. ഇന്ന സ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. ഇന്ന സ്സാഅത ആതിയ, അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹ, ഞാനത് മറച്ചു വെക്കും. എന്തിനു വേണ്ടി? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, ഓരോരുത്തർക്കും അവർ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം നൽകാൻ. നിങ്ങൾ നോക്കൂ, തൗഹീദ് പോലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുപോലെ അള്ളാഹുവിൻ്റെ നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിൽ തർക്കത്തിലായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? പരലോക വിശ്വാസം. അള്ളാഹുവിൻ്റെ നബിമാരുടെ ശത്രുക്കൾ അവരിൽ പലരും നിഷേധിച്ചവരായിരുന്നു, അന്ത്യനാളിനെ നിഷേധിച്ചവരായിരുന്നു. അന്ത്യനാളിനെ ആരെങ്കിലും നിഷേധിച്ചാൽ, അല്ലെങ്കിൽ അതിൽ സംശയിച്ചാൽ, പരലോകമുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചാൽ, അവൻ അള്ളാഹുവിനെക്കുറിച്ച് അങ്ങേയറ്റം ഗുരുതരമായ ദുരാരോപണം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവൻ കാഫറാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്തിന്, അവൻ്റെ മുലൂക്കിയത്തിന് ഒരിക്കലും യോജിക്കുകയില്ല. പടപ്പുകളെ മുഴുവൻ ഇങ്ങനെ വിട്ട് പടച്ച് വെറുതെ അവരെ അയക്കുക എന്നത് ഒരിക്കലും അള്ളാഹുവിന് യോജിക്കുകയില്ല, അവൻ്റെ ഹിക്മത്തിന് യോജിക്കുകയില്ല. അവൻ മലിക്കാണ്, പടപ്പുകളുടെ മുഴുവൻ യഥാർത്ഥ രാജാവാണ്, അവന് യോജിക്കുകയില്ല. അതുകൊണ്ട് അവനെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത ഏറ്റവും ഗുരുതരമായ ദുരാരോപണങ്ങളിലൊന്നാണ് പരലോകമില്ല, ഈ ലോകവും പരലോകം, ഈ ലോകത്തെങ്ങനെ ജീവിച്ചാലും എല്ലാവർക്കും ഒരേ വിധിയാണ് എന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നബിമാർ ഈ കാര്യത്തിൽ ആളുകളോട് ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസത്തിലായ ഒരു കാര്യമായിരുന്നു ഇത്. അള്ളാഹുവിൻ്റെ നബിമാരും അവരുടെ ശത്രുക്കളും. അള്ളാഹു പറയുന്നു, ഞാനത് മറച്ചു വെക്കും. എന്തിനു വേണ്ടി? ഓരോരുത്തരും അവരുടെ അധ്വാനിക്കാൻ. പരലോകം എപ്പോഴാണ് എന്നത് ആർക്കും അറിയുകയില്ല എന്ന പാഠം ഈ ആയത്തിലുണ്ട്. അതറിയുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയണമായിരുന്നു, അല്ലെങ്കിൽ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയണമായിരുന്നു. ജിബ്രീൽ അന്ത്യനാൾ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറഞ്ഞത്? മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ. ചോദിക്കപ്പെട്ടയാൾക്ക് ചോദിച്ചയാളേക്കാൾ അതേക്കുറിച്ച് അറിവില്ല. ആരാണ് ചോദിക്കപ്പെട്ടത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ചോദിച്ചാൽ ആരാണ്? അഫ്ദലുൽ മലായിക, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എനിക്കറിയില്ല എന്നോ താങ്കൾക്കറിയില്ല എന്നോ ഒന്നുമല്ല. ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആളേക്കാൾ അറിവില്ല. അതിൽ സൂചനയുണ്ട്, അന്ത്യനാൾ വരെ ഇത് ആരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ചോദിച്ച ആൾക്കും അറിവുണ്ടാവുകയില്ല, ചോദിക്കപ്പെട്ട ആൾക്കും അതേക്കുറിച്ച് അറിയുകയില്ല. അത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അദൃശ്യ വിജ്ഞാനത്തിൽ ആർക്കും നൽകാതെ മാറ്റിവെച്ച അറിവാണ്. അത് മറ്റാർക്കും അറിയുകയില്ല. ചില ബാത്തിലായ ചില ഹദീസുകൾ ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്, മൗദൂആയ ചില കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ 1800 പരം വർഷം ഖബറിൽ കിടക്കുകയില്ല. ഇങ്ങനെ ചില ഹദീസുകൾ ചിലർ പറയാറുണ്ട്, പക്ഷേ തികച്ചും ബാത്തിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇത് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്. പണ്ട് പറഞ്ഞത് ഞാൻ 500 വർഷത്തിലധികം ഖബറിൽ കിടക്കുകയില്ല. 500 വർഷം കഴിഞ്ഞു, അപ്പോൾ ഹദീസ് മാറ്റി 1000 വർഷം എന്താക്കി, 1000 കഴിഞ്ഞു, ഇപ്പോൾ 1500 ആക്കി, 1500, 1800, ഇങ്ങനെല്ലാം കളവുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ത്യനാൾ എപ്പോഴാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിൻ്റെ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 അടുത്തടുത്ത വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അന ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, ഞാനും അന്ത്യനാളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയാണ്. 2 അടുത്തടുത്ത വിരലുകൾ ചൂണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളമാണ്, ആഖിറു ഉമ്മത്താണിത്. ഇനി ദുനിയാവിൽ എത്രയേ ബാക്കിയുള്ളൂ? ഒരു ദിവസത്തിൽ അതിൻ്റെ ളുഹർ വരെയുള്ള സമയം കഴിഞ്ഞു, അസർ വരെയുള്ള സമയം കഴിഞ്ഞു. സൂര്യൻ അസ്തമിക്കാനുള്ള സമയം അസറിൻ്റെ അത്ര മാത്രമേ ഇനി ദുനിയാവിൽ ബാക്കിയുള്ളൂ എന്നാണ്. ബാക്കി ലോകത്തിൻ്റെ ഒരു സിംഹഭാഗം, മഹാഭൂരിപക്ഷം
ഭൂരിഭാഗം കഴിഞ്ഞുപോയിരിക്കുന്നു. അന്ത്യനാളിനോട് അടുത്ത ഉമ്മത്താണ്. അതുപോലെ വമ്പിച്ച ലക്ഷണങ്ങൾ, വലിയ അടയാളങ്ങൾ അത് വേറെ വരാനുണ്ട്. മസീഹ് ദജ്ജാലിൻ്റെ ആഗമനം പോലെ, ഈസ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനം പോലെ, യജൂജ് മഅജൂജിൻ്റെ പുറപ്പാട് പോലെയുള്ള വലിയ അടയാളങ്ങൾ. അതിനു മുമ്പുള്ള വലുതല്ലാത്ത, അതുപോലെ അല്ലാത്ത അന്ത്യനാളിതാ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള അടയാളങ്ങളാണ് മസീഹ് ദജ്ജാൽ, ഈസ അലൈഹിസ്സലാം, യജൂജ് മഅജൂജ്. അത് കഴിഞ്ഞാൽ പിന്നെ കാലം തീരെ ബാക്കിയില്ല. അതേസമയം തൊട്ടടുത്തല്ലാത്ത അടയാളങ്ങൾ വേറെയുണ്ട്. ഉദാഹരണത്തിന് അറിവ് കുറയുക, വിവരക്കേട് വർദ്ധിക്കുക, കൊലപാതകം വർദ്ധിക്കുക. ഇതെല്ലാം ലക്ഷണങ്ങളാണ്. പക്ഷേ തൊട്ടടുത്ത് ഇതാ അന്ത്യനാൾ വന്നിരിക്കുന്നു എന്ന രൂപത്തിലുള്ള ലക്ഷണങ്ങളല്ല, പക്ഷെ അടുത്തിരിക്കുന്നു എന്ന അടയാളമാണ്. സമയത്തിലെ ബറക്കത്തില്ലാതാവുക സുബ്ഹാന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർഷങ്ങൾ മാസങ്ങൾ പോലെ, മാസങ്ങൾ ആഴ്ചകൾ പോലെ ആകും, ആഴ്ചകൾ ദിവസങ്ങൾ പോലെ ആകും, ദിവസങ്ങൾ സാഅത്ത് പോലെയാകും. സാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പകലിലെ അല്ലെങ്കിൽ രാത്രിയിലെ ഒരു നിശ്ചിത സമയം എന്നത്. മണിക്കൂർ എന്നത് അത് ആധുനിക കാലത്തെ സാഅത്തിൻ്റെ അർത്ഥമാണ്. പഴയ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലെ മിനിറ്റ്, മണിക്കൂർ എന്ന് വെച്ചിട്ടല്ലല്ലോ സമയം കണക്കാക്കിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സാഅ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം, പകലിൽ ഒരു നിശ്ചിത സമയം, രാത്രിയിൽ ഒരു നിശ്ചിത സമയം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ആയിത്തീരും ദിവസങ്ങൾ. അത് മെഴുകുതിരി കത്തിച്ചു വെച്ചതുപോലെ ആയിത്തീരും. നമുക്കിതെല്ലാം അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അറിയാം, പക്ഷെ അന്ത്യനാൾ എന്നാണ് എന്ന് അറിയുകയില്ല. അതാണ് മൂസ അലൈഹിസ്സലാമിനോട് റബ്ബിയോട് പറയുന്നത്, അക്കാദു ഉഖ്ഫീഹ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദ. അതുകൊണ്ട് ആ പരലോകത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് ഓ മൂസ താങ്കളെ തെറ്റിച്ച് കളയരുത്, അതിൽ വിശ്വസിക്കാത്തവർ, അങ്ങനെ ഹവയെ പിൻപറ്റിയവർ, അവർ താങ്കൾ അതിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞാൽ ഫതർദ, താങ്കൾ നശിച്ചു പോകും. നോക്കൂ നിങ്ങൾ, പരലോകത്തിൽ വിശ്വസിക്കാത്തവർ വിശ്വസിച്ചവരെ അവരവരുടെ പാട്ടിലാക്കി കളയാൻ അനുവദിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖിനൂൻ. നബിയെ, വിശ്വാസമില്ലാത്തവർ താങ്കളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ. ഇസ്തഖഫ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാരവും ഇല്ലാതെ ഒരു വസ്തു ഒരാൾക്ക് കൈ കിട്ടിയാൽ എന്ത് ചെയ്യും? അയാൾക്ക് തോന്നിയതുപോലെ തട്ടിക്കളിക്കും, തോന്നിയ വഴിയിലേക്ക് കൊണ്ടുപോകും. യഖീനില്ലാത്തവർ നബിയെ താങ്കളെ അങ്ങനെ ആക്കി കളയാതിരിക്കട്ടെ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അവർ താങ്കളെ തെറ്റിച്ചു കളഞ്ഞേക്കും. ലയസ്തഫിസ്സൂനക, താങ്കളെ തെറ്റിച്ചു കളഞ്ഞേക്കും നാം വഹി നൽകിയ കാര്യത്തിൽ നിന്ന്. വലൗല അൻ സബ്ബത്നാക, താങ്കൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയില്ല എങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, കുറച്ച് താങ്കൾ അവരിലേക്ക് ചാഞ്ഞു പോകും. ഇതുകൊണ്ട് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ, ഈമാനുള്ളവരെ ദുനിയാവിൽ തളച്ചിടുന്നതിൽ നിന്ന് നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. തീരെ വിശ്വാസമില്ലാത്ത കുഫാറുകൾ തെറ്റിച്ച് കളയുന്നത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ വിശ്വാസം കുറഞ്ഞ ആളുകളുണ്ടാകും, ദുനിയാവിൻ്റെ പിന്നിൽ മുഴുകിയിട്ടുള്ള ആളുകൾ. അവരുമായി കൂടിക്കലരുകയും സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ഒരു മുഅ്മിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു മുഅ്മിൻ ചെയ്യേണ്ടി വരും. പക്ഷേ അവൻ വളരെ ശ്രദ്ധിക്കണം, തൻ്റെ ദീൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ അവൻ വളരെ ശ്രദ്ധിക്കണം. മൂസ അലൈഹിസ്സലാമിന് റബ്ബ് നൽകിയ ഉപദേശത്തിൽ ആ ഗുണപാഠം നമുക്കുണ്ട്. വലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദ. പരലോകത്തിൽ വിശ്വാസമില്ല, അവൻ തൻ്റെ ഹവയെ, ദേഹത്തെ പിൻപറ്റും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസം എത്രമാത്രം ശക്തമാകുന്നോ അത്രമാത്രം ഹവയിൽ നിന്ന്, ദേഹച്ചയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. വിശ്വാസത്തിൽ എത്ര ദൗർബല്യമുണ്ടോ അത്രത്തോളം നമ്മൾ ഹവക്ക് പിന്നാലെ, തോന്നിവാസത്തിനു പിന്നാലെ പോയി പോകും. അതുകൊണ്ട് യഖീൻ ഉറപ്പിക്കാനുള്ള വഴികൾ എപ്പോഴും നമ്മൾ അന്വേഷിക്കണം. പരലോകത്തെക്കുറിച്ച് സംസാരിക്കാത്ത മജ്ലിസുകൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് മജ്ലിസുകൾ നമ്മൾ ദുനിയാവിൻ്റെ പേരിൽ കൂടിയിരുന്നാലും, ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറയാൻ ഇരുന്നാൽ പോലും എഴുന്നേറ്റ് പോകുമ്പോൾ സുന്നത്താണെന്ന് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. കഫാറത്തുൽ മജ്ലിസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. മജ്ലിസിലെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള ദുആ ആണ്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഒരു ദിക്റും ഒരു നല്ല കാര്യവും പരലോകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ അതിൽ പറഞ്ഞില്ല എങ്കിൽ കൂടി എഴുന്നേൽക്കുമ്പോഴെങ്കിലും നമ്മളത് പറഞ്ഞു, എഴുന്നേൽക്കുമ്പോഴെങ്കിലും ദിക്ർ അവിടെ വന്നു.
അള്ളാഹു സ്മരിക്കപ്പെടാത്ത ദിക്റുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലപ്പെടാത്ത ദിക്റുകൾ അതിൻ്റെ ആളുകൾക്ക് നഷ്ടമായിരിക്കുമെന്നാണ്. ആ നഷ്ടം നികത്താനുള്ള പ്രാർത്ഥനയാണ്. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ മുഴുകുമ്പോൾ അള്ളാഹുവിനെ മറക്കാതിരിക്കുക. അതിനിടയിൽ അറിവിൻ്റെ മജ്ലിസുകൾ അത് നിശ്ചിത ഇടവേള വെച്ചെങ്കിലും കണ്ടെത്താനും ആ അറിവ് കിതാബും സുന്നത്തും മുഖേന ഹൃദയത്തിന് നനവ് നൽകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് വരണ്ടുണങ്ങിപ്പോകും. കുറേ കാലം നിങ്ങൾ ഈ അറിവിൽ നിന്ന്, ദീനി വിജ്ഞാനത്തിൽ നിന്ന്, അത് കേൾക്കുന്നതിൽ നിന്ന്, അത് വായിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടുനിന്നാൽ മനസ്സിന് കാഠിന്യം ബാധിക്കും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കൽബിന് പെട്ടെന്ന് കാഠിന്യം ബാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. എന്താണ് സംഭവിച്ചിട്ടുള്ളത്, മാറ്റം എങ്ങോട്ടാണ് എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ അല്ലെങ്കിൽ വിശ്വാസം കുറഞ്ഞവർ നമ്മുടെ വഴി മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഈ ആയത്തിലുള്ളത്. വലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ മൂസ അലൈഹിസ്സലാം മസ്റിലേക്കുള്ള യാത്രയും അവിടെ എത്തിച്ചേർന്നതിന് ശേഷമുള്ള ബാക്കി സംഭവങ്ങൾ നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. അല്ലാഹുൽ മുവഫിഖ്. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله وبركاته.